വളാഞ്ചേരി പുറമണ്ണൂർ ജനകീയ കൂട്ടായ്മ ഫുട്ബോൾ കമ്മിറ്റിയും വളാഞ്ചേരി ഫുട്ബോൾ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 36ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 5-ന് ആരംഭിക്കും. പുറമണ്ണൂർ ലൂട്ട് ക്ലോത്തിംഗ് സ്റ്റോർ ഫ്ലഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുക. ഈഗിൾസ് CA ക്യാമ്പസ് വിന്നേഴ്സ് ട്രോഫിക്കും ക്ലാസിക്കോ അപ്ഡേറ്റ് റണ്ണേഴ്സ് ട്രോഫിക്കുമായാണ് മത്സരങ്ങൾ നടക്കുക. കേരളത്തിലെ പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. നൈജീരിയ, ഘാന, ലൈബീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ടൂർണമെന്റിൽ നിന്നുള്ള വരുമാനം വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുക. മുൻകാലങ്ങളിലും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ടൂർണമെന്റ് കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. വളാഞ്ചേരി ഫുട്ബോൾ അസോസിയേഷനും പുറമണ്ണൂർ ജനകീയ ഫുട്ബോൾ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 36ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വളാഞ്ചേരി മജ്ലിസ് കോളേജിന് സമീപമുള്ള ലൂട്ട് ക്ലോത്തിംഗ് സ്റ്റോർ സ്റ്റേഡിയത്തിൽ ജനുവരി 5-ന് ആരംഭിക്കുകയാണ്. ഇതിലേക്ക് ഈഗിൾസ് CA ക്യാമ്പസ് വിന്നേഴ്സ് ട്രോഫിക്കും ക്ലാസിക്കോ അപ്ഡേറ്റ്സ് റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് വിന്നേഴ്സും റണ്ണേഴ്സും ട്രോഫികൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ജനുവരി 5-ന് 8:30-ന് ടൂർണമെൻറ്റ് ആരംഭിക്കും. കേരളത്തിലെ 20ഓളം ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഓരോ ടീമിലും നൈജീരിയ, ഘാന, ലൈബീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 3 വിദേശ താരങ്ങൾ ഓരോ കമ്മിറ്റിയിലും ഓരോ ടീമിലും പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ കേരളത്തിലെ പ്രമുഖ ടീമുകളായ ഫിഫ മഞ്ചേരി, അൽമദീന ചെർപ്പളശ്ശേരി, KDS കീഴ്ശ്ശേരി, BFC പാണ്ടിക്കാട്, മെഡിഗാർഡ് അരീക്കോട്, റോയൽ ട്രാവൽസ് കോഴിക്കോട്, ജിംഖാന തൃശ്ശൂർ തുടങ്ങി 20ഓളം ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ഈ ടൂർണമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ടൂർണമെൻറ്റിൻ്റെ മുന്നോടിയായി 4-ാം തീയതി ടൂർണമെൻറ്റ് കമ്മിറ്റി അവിടെ ഒരു യൂട്യൂബേഴ്സ് ഫുട്ബോൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. SFAയുടെയും സംസ്ഥാന സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെയും VFAയുടെയും അതുപോലെ തന്നെ പുറമണ്ണൂർ ജനകീയ ഫുട്ബോൾ കമ്മിറ്റിയുടെയും പതാകകൾ അന്ന് 8 മണിക്ക് ഉയർത്തുന്നതോടുകൂടി ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ തിരശ്ശീല ഉയരുന്നതാണ്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് പുറമണ്ണൂരിലെയും അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് തീർച്ചയായും ആവേശം നൽകുന്ന, യുവാക്കൾക്കും ആവേശം നൽകുന്ന ഒരു ഫുട്ബോളായി മാറ്റുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. VFA സെക്രട്ടറി അബ്ദുറഹ്മാൻ, TN ഹംസ, ബഷീർ, N ഷബീർ, റാഷിദ്, TP നിസാർ, മുസ്തഫ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.